ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ കുക്കിംഗ് വീഡിയോ ആണ്. അപ്പോൾ ഞാൻ ആഴ്ചയിൽ 3 ദിവസം വീഡിയോ ഇടുന്നുണ്ട്. തിങ്കളാഴ്ച കുക്കിംഗ്, ബുധനാഴ്ച ഗാർഡനിങ്, വെള്ളിയാഴ്ച ക്രാഫ്റ്റ്, തയ്യൽ, ക്രോഷ്യ, അങ്ങനെ ഓരോരോ ദിവസവും ഓരോ ഇതാണ്. അപ്പം എല്ലാവരും എൻ്റെ വീഡിയോ മൊത്തം സ്കിപ്പ് ചെയ്യാതെ കാണണം. കണ്ടു കഴിഞ്ഞ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഇപ്പം ഇപ്പോഴത്തെ പരിപാടി മാങ്ങ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പം മാങ്ങ കൊണ്ട് ഓരോരോ വെറൈറ്റി ട്രൈ ചെയ്യുന്നതാണ് ഇപ്പോഴത്തെ മെയിൻ പരിപാടി. അപ്പോൾ ഇന്നത്തെ ഒരു റെസിപ്പി ഞാൻ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല, ആദ്യമായിട്ടാണ് ഉണ്ടാക്കി നല്ലതായത് കൊണ്ടാണ് ഞാൻ വീഡിയോ ഇടാമെന്ന് വിചാരിച്ചത്. അപ്പം ഞാനൊരു 3 മാങ്ങ എടുത്തിട്ടുണ്ട്. അത് ചെറിയ കഷ്ണങ്ങളാക്കി പൂളി പഞ്ചസാരയും ഏലക്കായും കൂടെ ചേർത്ത് നമ്മൾ മിക്സിയിൽ നല്ലപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. അത് ചെറിയ ചെറിയ പീസസ് ഉണ്ടെങ്കിലും കുഴപ്പമില്ല, അത് നല്ല ടേസ്റ്റിയാണ്. അത് നമ്മളൊരു ബോളിലോട്ട് മാറ്റിയിട്ട് എത്ര ക്വാണ്ടിറ്റി ഉണ്ടോ അതനുസരിച്ച് അരിപ്പൊടി വെച്ച് ഉണ്ടാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതനുസരിച്ചുള്ള അരിപ്പൊടി എടുക്കണം. അപ്പം ഞാൻ ഈ എടുത്തിരിക്കുന്ന മാങ്ങാപ്പഴപ്പെന്ന് പറയുന്ന 1 കപ്പുണ്ട്. അപ്പോൾ അതിന് അരിപ്പൊടി 1 കപ്പും കുറച്ച് കൂടുതലും കൂടെ ഞാൻ എടുക്കുന്നുണ്ട്. അപ്പം ഞാൻ വേറെ ഒരു പാത്രത്തിൽ അരിപ്പൊടി എടുത്ത് അതിൻ്റെ കൂടെ ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും മിക്സ് ചെയ്യാനാണ്. അപ്പോൾ ആദ്യം അത് സെപ്പറേറ്റ് നല്ലപോലെ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് മറ്റേ മാങ്ങാപ്പൾപ്പിൻ്റെ കൂടെ ചേർക്കാൻ വേണ്ടിയിട്ടാണ്. എൻ്റെ കയ്യിലുള്ള സ്പൂണിൻ്റെയും കപ്പിൻ്റെയും കൃത്യ അളവ് എനിക്കറിയാവുന്നതുകൊണ്ട് ഞാൻ അങ്ങനെ എടുക്കുന്നുണ്ട്. കൃത്യം അളവ് നോക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കപ്പ് വെച്ച് മെഷർ ചെയ്തെടുത്താൽ മതി. അപ്പോൾ എനിക്ക് ഏകദേശം അറിയാവുന്ന കണക്കിൽ ഞാൻ ഇടുന്നുണ്ട്. അപ്പോൾ 1 കപ്പ് മാങ്ങാപ്പഴുപ്പുണ്ടെങ്കിൽ 1-1.25 കപ്പ് അരിപ്പൊടി, അതാണ് കണക്ക്. ഇത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഇത് നമ്മളിനി ആ മാങ്ങയുടെ കൂടെ ചെറുതായിട്ട് കട്ട പിടിക്കാതെ മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ കൂടെ ഒരു നുള്ളു ഉപ്പും ഇച്ചിരി ഇട്ട് കൊടുക്കണേ. എന്ന് വെച്ചാൽ ആ മാങ്ങയുടെ പുളിയും പഞ്ചസാരയും എല്ലാം കൂടെ ബാലൻസ് ആകണമെങ്കിൽ ഇച്ചിരി ഉപ്പും കൂടെ ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഈ അരിപ്പൊടി കുറച്ചായിട്ട് ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. എന്ന് വെച്ചാൽ കട്ടയാകരുത്. അപ്പോൾ നമുക്ക് നല്ല സോഫ്റ്റായിട്ട് വരണമെങ്കിൽ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. ഞാനിങ്ങനെ കുറച്ചായിട്ട് ആഡ് ചെയ്ത് എല്ലാ അരിപ്പൊടിയും മിക്സ് ചെയ്ത് കഴിഞ്ഞു. അപ്പം നമുക്ക് ഈ ബാറ്റർ ഇച്ചിരി തിക്കായിട്ട് വരുമ്പം നമ്മൾ ഇച്ചിരി പാൽ ചേർക്കണം. ഞാൻ പാൽ ചേർക്കുന്നതെന്ന് വെച്ചാൽ അത് ഇച്ചിരി കൂടെ സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിന് പ്രത്യേക രുചിയുണ്ട്. അല്ലെങ്കിൽ നമ്മൾ വെള്ളം ചേർത്താലും കുഴപ്പമൊന്നുമില്ല. തേങ്ങാപ്പാൽ ചേർക്കുവാണെങ്കിൽ ഏറ്റവും ബെസ്റ്റാണ്. അപ്പോൾ ഈ ഒരു പരുവത്തിൽ നമ്മളിത് ഒരു 1 അവർ ഞാൻ മാറ്റി വെച്ചിട്ട് അത് കഴിഞ്ഞ് നമ്മൾ ചീനിച്ചട്ടി അടുപ്പിൽ വെച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത്. നമ്മൾ നെയ്യപ്പം ഉണ്ടാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇതിനകത്ത് പഞ്ചസാരയ്ക്ക് പകരം ശർക്കര ചേർത്ത ഇച്ചിരി കൂടെ ടേസ്റ്റിയാണ്. എൻ്റെ കയ്യിൽ ശർക്കര ഇല്ലാത്തതുകൊണ്ട് ഞാൻ പഞ്ചസാര ചേർക്കുന്നേ ഉള്ളൂ. പഞ്ചസാര ചേർക്കുമ്പം പെട്ടെന്ന് അതിൻ്റെ കളർ അങ്ങ് മാറും, അത്രേ ഉള്ളൂ. അല്ലാതെ ടേസ്റ്റിന് കുഴപ്പമൊന്നുമില്ല. നല്ല ടേസ്റ്റിയുമായിരുന്നു, നല്ല സോഫ്റ്റുമായിരുന്നു. അപ്പം ഞാൻ അതുകൊണ്ടാണ് വീഡിയോ ഇട്ടത്. ഒരു 2 മാങ്ങ ഉണ്ടെങ്കിൽ നമുക്ക് 2-3 പേർക്ക് 4 മണിക്ക് സ്നാക്സിനുള്ള നെയ്യപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഞാൻ മാങ്ങ വെച്ച് പുഡിങ്, കേക്ക്, ഐസ്ക്രീം, പിന്നെ ജ്യൂസ്, ഇങ്ങനെ നെയ്യപ്പം, ഉണ്ണിയപ്പം, അങ്ങനെ എല്ലാ സാധനങ്ങളും ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്, വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കണ്ടിട്ടില്ലാത്തവരതെല്ലാം കാണണം. കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യണേ. അപ്പോൾ നമ്മുടെ ചൂട് നെയ്യപ്പം റെഡി ആയിട്ടുണ്ട്. നല്ല ഫ്രഷാണ്, നമ്മൾ വീട്ടിൽ ഉണ്ടാക്കിയതാണ്. മാങ്ങ കൊണ്ടുണ്ടാക്കിയ നെയ്യപ്പം റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ബാക്കിയിരിക്കുന്ന മാവെല്ലാം ഞാൻ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുന്നത്. അധികം ഒന്നുമില്ല, ഒരു 5-6 ഉണ്ണിയപ്പം വരത്തുള്ളൂ, നെയ്യപ്പമേ വരത്തുള്ളൂ. ഇത് ഇച്ചിരി കൂടെ ലിക്വിഡായിട്ട് കൂടെ നമുക്ക് ഇച്ചിരി കൂടെ എടുക്കാം. പക്ഷേ അന്നേരം ഒത്തിരി എണ്ണ കുടിക്കും. എണ്ണ കുടിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും തിക്കായിട്ട് ഉണ്ടാക്കിയത്. വേണമെങ്കിൽ ഇച്ചിരി പാൽ കൂടെ അതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ട് ഇച്ചിരി കൂടെ ലിക്വിഡായിട്ട് ഒഴിച്ച് കൊടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ എണ്ണമയം കൂടുതലായ ഇവിടെ ആരും കഴിക്കത്തില്ല. അതുകൊണ്ട് ഞാനിങ്ങനെ തിക്കായിട്ട് തന്നെ ഉണ്ടാക്കുന്നു. നടു ഇച്ചിരി വേകാൻ ഇച്ചിരി താമസമാണ്, അതുകൊണ്ട് ഇച്ചിരി കളർ മൂപ്പിച്ചാണ് എടുക്കുന്നത്.
അപ്പം ഞാൻ ഇതിൽ നിന്ന് ഇച്ചിരി മാവെടുത്ത് മാറ്റി വെക്കുന്നുണ്ട്. ആദ്യം കുറച്ച് നെയ്യപ്പം ഉണ്ടാക്കാനാണ് മാവെടുത്ത് മാറ്റി വെക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ നെയ്യപ്പം പോലെ അല്ലാതെ നമ്മൾ ഇഡലി പാത്രത്തിൽ ഒരപ്പം പോലെ വട്ടയപ്പം പോലെയോ അങ്ങനെ ഒന്നും ഉണ്ടാക്കി നോക്കാൻ വേണ്ടിയിട്ടാണ്. എന്ന് വെച്ചാൽ എണ്ണയ്ക്കകത്ത് ഇടാതെ ഉണ്ടാക്കാൻ പറ്റുമോ എന്നൊന്ന് ശ്രമിച്ച് നോക്കാൻ വിചാരിക്കുന്നു. ആദ്യം നെയ്യപ്പം ഉണ്ടാക്കി തീർത്തിട്ട് വേണം അത് നോക്കാൻ. അപ്പം ഞാൻ എടുത്ത് വെച്ചിരുന്ന എല്ലാ മാവിലും നെയ്യപ്പം ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു 5-6 നെയ്യപ്പമേ വന്നിട്ടുള്ളൂ. നല്ല സോഫ്റ്റാണ്, നല്ല ടേസ്റ്റിയാണ്, നല്ല കളർഫുള്ളുമാണ്. കാണാനും ഭംഗിയുണ്ടായിരുന്നു, കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റായിരുന്നു. അപ്പോൾ അതിൻ്റെ ഞാൻ ഇഡ്ഡലി പാത്രത്തിൽ വെക്കാൻ എടുത്ത് വെച്ചിരിക്കുന്നത്. ഞാൻ ഒരു ചെറിയ ബോളിനകത്ത് നെയ്യ് തൂത്തിട്ട് ആ മാവ് ഇച്ചിരി എടുത്ത് വെച്ചു. എന്നിട്ട് നമ്മൾ ആവി കയറ്റി അത് പുഴുങ്ങിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതേ സെയിം മൈദാമാവിൽ ചെയ്താൽ നമുക്ക് നല്ലൊരു കേക്കാക്കി എടുക്കാൻ പറ്റും. പക്ഷേ ഞാൻ മൈദാമാവ് ഇല്ലാത്തതുകൊണ്ട് അരിപ്പൊടിയിലാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഇത് കുഴപ്പമൊന്നുമില്ല, ടേസ്റ്റിയാണ്. എന്നാൽ നെയ്യപ്പത്തിൻ്റെ ടേസ്റ്റ് ഇതിന് ഇല്ലായിരുന്നു. ഷുഗറും കൊളസ്ട്രോളും പേടിക്കുന്നവർക്ക് ഇങ്ങനെ ഉണ്ടാക്കിയാൽ ഇച്ചിരി കൂടെ നല്ലതാണ്, ഹെൽത്തിയുമാണ്. പഞ്ചസാര ഇടാതെ ഉണ്ടാക്കിയാൽ മതി. 4 മണി സ്നാക്സിനൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു സംഭവമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ. എൻ്റെ വീഡിയോ കാണുന്നവർ കൂടുതലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ്. അപ്പോൾ പ്ലീസ് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. കണ്ടു കഴിഞ്ഞിട്ട് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം എന്തെങ്കിലും ഉണ്ടെങ്കിലും അതും ഒന്നും മെസ്സേജ് ചെയ്യണം. അപ്പോൾ അത് കാണുന്നത് എനിക്കും ഒരു സാറ്റിസ്ഫാക്ഷനാണ്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.